സുഹൃത്തുക്കളെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷം പിന്നിടുകയാണ്. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നു. ഇന്ത്യയിലെ യുവാക്കൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഇത്രയും ആശങ്കയുണ്ടെങ്കിൽ ഈ വികസിത ഇന്ത്യ ആരുടേതാണ്? ചെങ്കോട്ടയുടെ മതിലുകളിൽ നിന്ന് പ്രധാനമന്ത്രി വീണ്ടും വികസിത് ഭാരത് എന്ന സ്വപ്നം മുന്നോട്ട് വെച്ചു. എന്നാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആ പ്രസംഗത്തിൽ വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. യുവാക്കളുടെ പ്രധാന ആശങ്ക എന്താണ്? തൊഴിൽ, വിദ്യാഭ്യാസം, പരീക്ഷാ ക്രമക്കേടുകൾ, വിലക്കയറ്റം, ഭാവിയുടെ സുരക്ഷ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിലെ യുവാക്കളാണ്. എന്നാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടും ജോലി ലഭിക്കാതെ കാത്തിരിക്കുന്ന ഒരു വലിയ യുവജന വിഭാഗം ഉണ്ടെങ്കിൽ വെറും സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ കൊണ്ട് ആ പ്രശ്നം മറയ്ക്കാനാവുമോ? വികസനം ആരിലേക്കെത്തുന്നു? സ്വതന്ത്രാനന്തരം ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചു. വിദ്യാഭ്യാസം വ്യാപിച്ചു, ആരോഗ്യരംഗം വളർന്നു, റോഡുകളും നഗരങ്ങളും വ്യവസായങ്ങളും വികസിച്ചു. സാങ്കേതികവിദ്യയിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തി. എന്നാൽ ഈ വളർച്ചയുടെ നേട്ടം എല്ലാവർക്കും തുല്യമായി ലഭിച്ചോ? ഇതാണ് പ്രധാന ചോദ്യം. സമ്പത്ത് കുറച്ചുപേരുടെ കൈകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിത ചെലവ് ഉയരുകയും സ്ഥിരതയുള്ള തൊഴിൽ കുറയുകയും ചെയ്താൽ സാമ്പത്തിക വളർച്ചയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്ന ലക്ഷ്യം പതിറ്റാണ്ടുകളായി പറയപ്പെടുന്നു. പക്ഷേ ഇന്നും നിരവധി കുട്ടികൾക്ക് അടിസ്ഥാന വായനയും ഗണിതശേഷിയും പോലും ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? തൊഴിൽ വിപണിയിൽ ആവശ്യമായ കഴിവുകളില്ലാത്ത യുവാക്കൾ. അപ്പോൾ ഒരു വശത്ത് യുവാക്കൾക്ക് ജോലി വേണം, മറുവശത്ത് വ്യവസായങ്ങൾക്ക് ആവശ്യമായ കഴിവുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവ രണ്ടും തമ്മിലുള്ള വിടവ് നികത്താതെ വികസിത ഇന്ത്യ എങ്ങനെ സാധ്യമാവും? തൊഴിലാണ് യുവാക്കളുടെ പ്രധാന ചോദ്യം. യുവാക്കൾ ചോദിക്കുന്നത് വളരെ ലളിതമാണ്. എനിക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ അതിനനുസരിച്ചുള്ള ജോലി ലഭിക്കുമോ? ജോലി ലഭിച്ചാൽ പോലും ശമ്പളം ജീവിത ചെലവിനനുസരിച്ചാണോ? സ്ഥിരതയുള്ള ജോലി കിട്ടുമോ? നാളത്തെ ജീവിതത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ 2047 ഇന്ത്യയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ മാത്രം പറഞ്ഞാൽ യുവാക്കളുടെ ആശങ്ക മാറില്ല. AI വരുമ്പോൾ എന്താവും? ഇനി വലിയൊരു മാറ്റം നമ്മുടെ മുന്നിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ചില ജോലികൾ ഇല്ലാതാകാനും സാധ്യതയുണ്ട്. അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, ഡിസൈനർമാർ, അക്കൗണ്ടന്മാർ തുടങ്ങി നിരവധി മേഖലകളിൽ AI സ്വാധീനമുണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ ചോദ്യം ഇതാണ്: നമ്മുടെ യുവാക്കളെ ഈ പുതിയ സാങ്കേതിക വിപ്ലവത്തിനായി തയ്യാറാക്കിയിട്ടുണ്ടോ? AI ഉപയോഗിക്കുന്ന രാജ്യമായി മാത്രം ഇന്ത്യ മാറണമോ? അതോ AI അടിസ്ഥാന സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന രാജ്യമായി മാറണമോ? ഇതിന് ഗവേഷണത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ നിക്ഷേപം ആവശ്യമാണ്. ജനാധിപത്യവും വികസനവും. വികസനം എന്നത് വലിയ കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല. ജനാധിപത്യം ശക്തമായിരിക്കണം. ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം വേണം. മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയണം. സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പിൽ പണം, അധികാരം, സ്വാധീനം എന്നിവയുടെ പങ്ക് കുറയണം. കാരണം ജനങ്ങളുടെ പങ്കാളിത്തമില്ലാത്ത വികസനം ദീർഘകാലത്ത് നിലനിൽക്കില്ല. യഥാർത്ഥ വികസിത ഭാരത് എന്താണ്? 2047 ഇന്ത്യ വികസിത രാജ്യമാകണം എന്ന സ്വപ്നം എല്ലാവരും പിന്തുണയ്ക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കണം? ഒരു ചെറിയ വിഭാഗം അതിസമ്പന്നരാകുന്നതാണോ? അതോ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇന്ത്യയോ? ഒരു യുവാവിനെ കഴിവിനനുസരിച്ച് ജോലി ലഭിക്കുന്ന ഇന്ത്യയോ? ഒരു കർഷകന് മാന്യമായ വരുമാനം ലഭിക്കുന്ന ഇന്ത്യയോ? ഒരു തൊഴിലാളിക്ക് സുരക്ഷിതമായ ജീവിതം ലഭിക്കുന്ന ഇന്ത്യയോ? ഒരു രോഗം വന്നാൽ കുടുംബം കടത്തിൽ മുങ്ങിപ്പോകാത്ത ഇന്ത്യയോ? ചോദ്യം അതാണ്. വികസിത ഇന്ത്യ എന്നത് GDPയുടെ വളർച്ച മാത്രമല്ല, അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ വളർച്ച കൂടിയാണ്. യുവാക്കൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുകൊണ്ട് അവഗണിക്കേണ്ടതല്ല. അവരുടെ പ്രതിഷേധത്തെ രാജ്യവിരുദ്ധതയായി കാണുന്നതിന് പകരം എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് ഇത്രയും ആശങ്ക എന്ന ചോദ്യം ഭരണകൂടവും സമൂഹവും ചോദിക്കണം. കാരണം ഇന്ത്യയുടെ ഭാവി 2047 ഒരു മുദ്രാവാക്യത്തിലല്ല, ഇന്ന് പഠിക്കുന്ന കുട്ടികളിലും, ഇന്ന് ജോലി ചെയ്യുന്ന യുവാക്കളിലും, ഇന്ന് കൃഷി ചെയ്യുന്ന കർഷകരിലും, ഇന്ന് അധ്വാനിക്കുന്ന തൊഴിലാളികളിലുമാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വികസിതമാകുന്നത്. വികസിത ഭാരത് എന്ന സ്വപ്നം ഒരു മുദ്രാവാക്യം മാത്രമാകരുത്. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാകണം. അതാണ് ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നത്. ആ ചോദ്യം കേൾക്കാൻ ഇന്ത്യ തയ്യാറാണോ?